أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ജംമിലെ ഗ്രൂപ്പിലെ അംഗങ്ങളെ, ഇന്നലെ രാത്രി ഞാൻ വിടാതിരുന്നത് ഒരുപാട് തിരക്കുകളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി കാത്തിരുന്ന സമയം കിട്ടിയതുമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ജംഇന്റെ ക്ലാസ് വിടാതിരുന്നത്. ഇന്ന് ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതാ ഞാൻ 19ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു സഹായിക്കട്ടെ. വസൂറത്തു സബബില്ലത്തി വറദ അലൈഹൽ ആമു. സബബിയായ രൂപം. ഇവിടുത്തെ ഇലാഫത്ത് സബബിന്റെ രൂപം എന്ന അർത്ഥത്തിൽക്കല്ല, ബയാനിയാണ്. സബബാണുള്ളത്, അത് സബബിയായ രൂപം എന്നാ കൊടുത്തത്. എങ്ങനത്തെ സബബിയായ രൂപം? ആ ഒരു സബബിയായ രൂപത്തിന്റെ കാരണത്തിന് വേണ്ടിയിട്ടാണ് ആമ് വന്നത്. അങ്ങനത്തെ ഒരു സൂറത്ത് ഖത്ഇയ്യത്തു ദുഖൂലി ഫീഹി ആമിൽ ഖാസ് പ്രവേശിക്കും എന്നുള്ളത് ഖത്ഇയ്യാണ്. ഇൻദൽ അക്സരി, അധിക പണ്ഡിതന്മാരെടുക്കലും അങ്ങനെയാ. അപ്പോ ഖാസിന്റെ രൂപത്തില് സബബിയായ രൂപത്തിന് വേണ്ടി ആണ് ആമ് വന്നത്. അങ്ങനെ വന്ന ആമായ ആയത്തുണ്ടെങ്കിൽ, സബബ് എന്താണെങ്കിൽ അതിന് ആസ്പദപ്പെടുത്തി ഇറങ്ങിയ ആയത്ത്, ആ ആയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സബബിയ ആ സൂറത്ത് ആ ആമിൽ പെടുമല്ലേ? പെടും എന്ന് ഖത്ഇയ്യാണ്. അതാണ് ഖത്ഇയ്യത്തു ദുഖൂൽ എന്നാണ് കൊടുത്തത്. ഇൻദൽ അക്സരി, എല്ലാവരും എടുക്കലൊന്നുമില്ല, അധിക പണ്ഡിതന്മാരെടുക്കലും അങ്ങനെയാണ്. അക്സർ എന്ന് പറഞ്ഞാൽ മിനൽ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്ന്. അവര് പറയുന്നത് ലിബുറൂദിഹി ഫീഹ, ആ ആയത്ത് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ല, ആ ആമ് വന്നത് തന്നെ എന്ത് കാരണത്തിലായിട്ടാണ്? ഈ സബബിയ സൂറത്തിലല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ആമിൽ ഈ സബബിയ സൂറത്ത് പെടണം എന്നുള്ളതാണ്. ഫലാ യഖ്സു മിൻഹു, അപ്പോൾ അതിൽ നിന്ന് എന്താക്കൂല? ഖാസാക്കൂല ബിൽ ഇജ്തിഹാദി, ആ ആമിൽ നിന്ന് ഗവേഷണം ചെയ്തുകൊണ്ട് ഒരു ഫർദിനങ്ങ് പുറത്തെടുക്കുകയില്ല, അതിൽ ഉൾപ്പെടുത്തും എന്നാണ്. ഖാല ശൈഖുൽ ഇമാം വാലിദുൽ മുസന്നിഫി കഗൈരിഹി, മുസന്നിഫിന്റെ പിതാവായി ഇമാം ഷെയ്ഖ് അവറുകൾ പറയുന്നു, മറ്റു പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ഒപ്പര് പറഞ്ഞു, ഹിയ സബബിയായ സൂറത്തു ലന്നീയത്തുൻ, അത് ലന്നീയായിട്ട് ദുഖൂലാവുകയുള്ള ആമിൽ ഖത്ഇയല്ല. കഗൈരിഹ, ഈ സബബിയായ സൂറത്ത് അല്ലാത്തതുപോലൊക്കെ ആമിൽ കടക്കുന്ന ലന്നീയല്ലേ എന്നതുപോലെ തന്നെ ഇതും ലന്നീയാണ്. അങ്ങനെ വരുമ്പോൾ ഫയജൂസു ഇഖ്റാജുഹാ മിൻഹു ബിൽ ഇജ്തിഹാദി, ഗവേഷണം ചെയ്തുകൊണ്ട് ആമിൽ നിന്ന് ആ സബബിയായ സൂറത്തിനെങ്ങ് പുറത്തു ചാടിക്കും. അപ്പോ സബബിയായ സൂറത്ത് എടുത്ത് ഖാസാക്കും എന്നാണ് പറഞ്ഞതിനർത്ഥം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ കമാൽ ലസിമ, നിർബന്ധമായതുപോലെ. എന്തിൽ നിന്ന് നിർബന്ധമായി? മിൻ ഖൗലി അബി ഹനീഫ, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിൽ നിന്ന്. എന്താ മഹാനവരുടെ വാക്ക്? ഇന്ന വലദൽ അമതി അൽ മുസ്തഫിരിഷതി എന്നാ. കുട്ടി, ഏത് കുട്ടി എന്നറിയാമോ? ഒരടിമയുടെ കുട്ടി. എങ്ങനത്തെ അടിമ? അൽ മുസ്തഫിരിഷതി, മറ്റുള്ളവർക്ക് അവിഹിത ബന്ധത്തിലൂടെ ബന്ധപ്പെട്ട് ആ അടിമ ഗർഭിണിയായി അതിൽ ജനിച്ച കുട്ടി എന്നപ്പോ പറയുന്നത്. ആ കുട്ടിയാകുന്നതിൽ ലാ യൽഹഖു സയ്യിദഹ, ആ അമത്തിന്റെ യജമാനന് ആ കുട്ടി ചേരുമോ? ഇല്ല. മാലം യുഖിറ ബിഹി, ആ കുട്ടി അവന്റേതാണെന്ന് അവൻ സമ്മതിക്കാത്ത കാലത്തോളം. സമ്മതിച്ചാ ചേരും എന്നുള്ളതാണ് ഇമാം അബു ഹനീഫ തങ്ങളുടെ ഖൗലുള്ളത്. മഹാനവറുകൾ എവിടെ അങ്ങനെ പറയാൻ കാരണം? നളുറൻ, ബഹുമാനപ്പെട്ടവർ നോക്കി, ഇല അന്നൽ അസ്ല ഫിൽ ലിഹാഖി, ഈ കുട്ടി ഒരു പിതാവിലേക്ക് ചേരണമെങ്കിൽ, ഇത്രയുള്ള കുട്ടികൾ ചേരണമെങ്കിൽ അതിനുള്ള അടിസ്ഥാനം റാജിയായ ഖൗല് അൽ ഇഖ്റാറു, സമ്മതിക്കലാണല്ലോ. അപ്പൊ ആ സമ്മതമുണ്ടെങ്കിലേ ചേരൂ. ഇങ്ങനെ ഖൗല് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ തങ്ങൾ പറയുന്നു. ആ ഖൗലിൽ നിന്ന് ലാസിമായി വരുന്നത് എന്താ? ഇഖ്റാജുഹു എന്നുള്ളതാണല്ലോ. ഇഖ്റാജുഹു, അതിനെ പുറപ്പെടുവിക്കലാണ് എന്ന് പറഞ്ഞാൽ ലസിമ എന്നതിന്റെ ഫീലാണ് അത്. അപ്പോ അതിനെ എന്താണ്? ഇഖ്റാജ് ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ ഈ അമത്തിന്റെ കുട്ടിയെ ഇഖ്റാജ് ചെയ്യും. ഏത് ഹദീസിൽ ഇഖ്റാജ് ചെയ്യും? മിൻ ഹദീസി സ്വഹീഹൈനി വഗൈരിഹിമാ,
ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും അല്ലാത്ത മറ്റു ഹദീസിന്റെ മുഹദ്ദിസികളുടെയൊക്കെ ഹദീസിലുള്ള എന്താ അവിടെ ഹദീസുള്ളത്? അൽ വലദുലിൽ ഫിറാഷി എന്ന കുട്ടി ആർക്കാണോ വിരിച്ചു കൊടുത്തെങ്കിൽ ആ കുട്ടി ഫിറാഷിനുള്ളതാണ് എന്നാ. അപ്പൊ ഫിറാഷ് ഉമ്മയല്ലേ, ഉമ്മാക്കുള്ള കുട്ടി എന്നാ അപ്പൊ അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ നിന്ന് ഇവിടെ ഈ പറഞ്ഞത് ഈ ഹദീസെന്ന് ഒഴിവാക്കിയെടുക്കും. ഇതൊഴിച്ചുള്ള ആമ ഇവിടെ ഉള്ളൂ. അപ്പൊ അൽ വലദുലിൽ ഫിറാഷ് എന്ന് പറയുന്ന ആമ ഈ പറയുന്ന വലതുൽ അമത്തുൽ മുസ്തഫിഷത്തെ ഇവിടെ പ്രത്യേകം പറഞ്ഞല്ലോ, അത് പെടൂല, അത് ഇനി പുറത്തിയാടിച്ചോ എന്നാണ്. എങ്കിൽ ഈ ഹദീസ് വാരിദായത് എവിടെയെന്നറിയാമോ? അൽ വലദുൽ ഫിറാഷ് എന്ന് പറയുന്ന ഈ ഹദീസ് ഉള്ള ഹദീസാണല്ലത്. ആ ഹദീസ് അൽ വാരിദായി വന്ന ഹദീസാണ്. എവിടെ വാരിദായി എന്നറിയോ? ബിബിലി അമത്തി സംഅത്തിന്റെ അടിമ സ്ത്രീയായ മകന്റെ കാര്യത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്, അൽ വലദുൽ ഫിറാഷ് എന്നുള്ളത്. എങ്ങനത്തെ കുട്ടി എന്നറിയാമോ? അൽ മുഖ്തസമി ഫീഹി, ആ കുട്ടിയുടെ കാര്യത്തിൽ തർക്കിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ തർക്കിക്കുന്നവര്? അബ്ദുബിന് സംഅത്ത്, ഒന്ന് സംഅത്തിന്റെ മകൻ അബ്ദ് എന്നവര്, മറ്റൊന്ന് സംഅത്തിന്റെ സഹോദരൻ സഅദ് എന്നവര്. ഇങ്ങനെയാണ് തർക്കിക്കുന്നത്. ആ കുട്ടി എന്റെ സഹോദരന്റെ കുട്ടിയാണെന്ന് സഅദ് എന്ന് പറയും, ആ കുട്ടി എന്റെ സഹോദരനാണെന്ന് അബ്ദും. ഇങ്ങനെയാണ് തർക്കിക്കുന്നത്. ഇങ്ങനെ തർക്കിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുട്ടിയാണ് ആ സംഅത്തിന്റെ അടിമസ്ത്രീയുടെ കുട്ടി. ആ കുട്ടിയുടെ കാര്യത്തിൽ വന്ന ഹദീസാണ് അൽ വലദുൽ ഫിറാഷ് എന്ന് പറയുന്ന ഹദീസ്. അപ്പൊ അതിന്റെ മുമ്പ് ഒരു ചെറിയ ചരിത്രം ഇതിനെ കുറിച്ച് പറയാം. എന്താണെന്നറിയാമോ? സംഅത്തിന്റെ അടിമ സ്ത്രീയാണ് അവൾ. എന്ത് ചെയ്യുന്നറിയാമോ? ഉത്ബത്ത് ബിൻ അബി വക്കാസുമായി, അഥവാ സഅദ് എന്നവരുടെ സഹോദരനാണ് ഉത്ബത്ത്. ആ ഉത്ബത്തുമായി ഇവൾ അവിഹിത ബന്ധത്തിൽ കളിച്ചു രസിച്ചു. അവിഹിത ബന്ധമാണ്. അങ്ങനെ അവൾ ഗർഭിണിയായി കാര്യത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ അവസാനം എന്താണെന്നറിയാമോ? ഈ ഉത്ബത്ത് വസിയത്ത് ചെയ്യുകയാണ് അഖാഹു സഅദ്, തന്റെ സഹോദരനായ സഅദിനോട് പറയാണ്. എന്ത് പറയുന്നു? അന്ന അമത്ത സംഅത്തിന്റെ അടിമ സ്ത്രീ ഇതാ വലദത്ത് വലദൻ, ഒരു കുട്ടിക്ക് അവൾ ജന്മം നൽകുകയാണ് എങ്കിൽ ഫഹുവലക, ആ കുട്ടി നിനക്കുള്ളതാണെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക് ചേർക്കപ്പെട്ടത്. എങ്ങനെ ചേർക്കപ്പെടാ? അന്നോ ഇബ്നു അഖീക, നിന്റെ സഹോദരന്റെ കുട്ടിയാണെന്ന് നീ പറയണമെന്ന് സഅദിനോട് ആര് പറഞ്ഞു? ഉത്ബ വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ ഫദ്ദഇഹി, അത് നീ ഫദ്ദഇഹി, അങ്ങനെ നീ വാദിക്കണമെന്ന. സുമ്മ മാത്ത ഉത്ബ, ആ വിഷയം പറഞ്ഞുകൊണ്ട് ഉത്ബിനെ മരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരാളും വസിയത്ത് ചെയ്തിട്ട് ഉത്ബ, എന്നിട്ടേ മരിക്കുകയുള്ളൂ. അതാരാണെന്നറിയാമോ? തന്റെ മോനായിരിക്കുന്ന അബ്ദിനോട് പറയുന്നു. ആര്? ഉത്ബന്റെ മോൻ. ആ ഉത്ബന്റെ മോനോട് പറയുന്നു. എന്താ പറയുന്നറിയാമോ? സംഅത്താണ്, ഉത്ബല്ല, സംഅത്ത് പറയുന്നു തന്റെ മോനോട്. അബ്ദാണ് മോൻ. ആ മോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ അനല്ലമത്ത ഇതാ വലദത്ത് വലദൻ, അടിമ സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകിയാൽ ഫദ്ദഇഹി, ആ കുട്ടിയെ പറ്റി നീ വാദിക്കണം. എന്ത്? ഫഇന്നഹു ലക, അത് നിനക്കുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അഹൂക, നിന്റെ സഹോദരനാണ് എന്ന്. ഇങ്ങനെ ഉത്ബ സഅദിനോടും സംഅത്ത് മകനോടുമാണ് വസിയത്ത് ചെയ്തു വെച്ചത്. ഇങ്ങനെ സംഅത്തും മരിക്കുന്നു, ഉത്ബയും മരിക്കുന്നു. സുമ്മ ബായത വിലാദത്തിൽ അമത്തി, പിന്നെ ആ കുട്ടിക്ക് ജന്മം നൽകി പറഞ്ഞതുപോലെ അടിമ സ്ത്രീ. ആരാ വിചരിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കണം. ഉത്ബയാണ്. ഉത്ബന്റെ അടിമയല്ല, സംഅത്തിന്റെ അടിമയാണ്. ഇതിലാ തർക്കം നടക്കുന്നത്. ഇഖ്തസമ അബ്ദു ബിൻ സംഅന്റെ മകൻ അബ്ദ് സംഅത്ത് പറഞ്ഞതുപോലെ വന്നു. ഉത്ബയുടെ സഹോദരൻ സഈദ് എന്നവരും വന്നു. എങ്ങനെ? ഉത്ബ പറഞ്ഞതുപോലെ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തർക്കിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും തർക്കിക്കുന്നു. സഈദ് എന്നവരും അബ്ദും രണ്ടുപേരും തർക്കിച്ചു. അവസാനം വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുവ ലക യാ അബ്ദ ബിൻ സംഅത്തിന്റെ മകനായ അബ്ദേ, ആ കുട്ടി നിനക്കുള്ളതാ, നിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അബൂദാബൂദ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഹുവ അഖൂക യാ അബ്ദ് എന്ന്. അങ്ങനെയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കഥ. ഈ കഥയിലുള്ള സംഭവമാണ് അൽ വലദുൽ ഫിറാഷ് എന്ന് പറയുന്നത്. അൽ വലദുൽ ഫിറാഷ് എന്ന് പറയുന്നത് ആമാണ്. സംഭവം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള ഒരു അടിമ സ്ത്രീയുടെ വ്യഭിചാരം, അതാണ് കാരണം.
ആ കാരണം എന്തായ രൂപം അതിനെ ആസ്പദപ്പെടുത്തിയിട്ടാണ് അൽ വലദുൽ ഫിറാസ് എന്നൊരു ആമ് വന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഈ പറയുന്ന അന്ന വലദൽ ആ വലദുൽ അമത്തുൽ മുസ്തഫിസത്ത് എന്ന് പറയുന്ന ആ സബബ് ഈ അൽ വലദുൽ ഫിറാസ് എന്ന് പറയുന്ന ആമിൽ കടക്കുമെന്ന അത് ഖത്ഈയാണ് എന്ന അല്ല ലന്നിയാണ്. ലന്നിയ എന്ന് പറയാൻ കാരണം ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കുട്ടിയുടെ കഥ ഈ ആമിൽ നിന്ന് പുറത്തു ചാടിക്കും ലന്നിയാകുമ്പോ എന്നാണ്. ഇങ്ങനെയാണ് തർക്കമുള്ളത്. കാല വാലിദുൽ മുസന്നിഫി ഐദൻ, വീണ്ടും ഈ സംഭവം പറഞ്ഞതുപോലെ തന്നെ മുസന്നിഫിന്റെ പിതാവ് പറയുന്നു വയഖറു മിന്ന, ഇതിനോടടുത്ത് വരും എന്ന് പറഞ്ഞ ഇമിൻ സൂറത്തി സബബി, നമ്മൾ ഈ സബബിയായ സൂറത്തിനോട് അടുത്തു വരും. എന്ത് ഹത്താ യകൂന ഖത്ഇയ്യ ദുഖൂലി ഔ ലന്നിയ എന്നുള്ളത്. തായക്കൂന അതാകുന്നത് വരെ എന്താകും, അങ്ങനെ ആകും. എന്താകും? സബബിയ ആമിൽ കടക്കുക എന്നുള്ള ഖത്ഈയായിട്ട് വരാം, അല്ലെങ്കിൽ ലന്നിയായിട്ട് വരാം. അങ്ങനത്തെ സബബിയായ സൂറത്തിനോട് അടുത്തു വരും. എന്ത്? ഖാസും ബിൽ ഖുർആനി, വിശുദ്ധമായ ഖുർആൻ ഖാസ് ഉണ്ട്. തലാഹു ആ ഖാസിനെ ഓതുന്നുണ്ട്. ഫിർ റസ്മി, റസ്മിലായിട്ട് ഓതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ റസ്മിൽ, ഖുർആനിൽ അങ്ങനെ അടയാളപ്പെടുത്തിയ ഖാസ് വന്നു. അങ്ങനെ വരുമ്പോൾ ആ ഖാസിനെ ഓതുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഖാസ് എന്ന് പറഞ്ഞാൽ റസ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ബിമഅന വലഇഹി മവാളിഅഹു എന്ന്, അതിനെ വെക്കേണ്ട സ്ഥലങ്ങൾ അത് വെച്ചു എന്നാണ്. അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അത് ഓതുന്നു. ഇല്ലം യത്ലുഹു ബിൻ നുസൂലി, അത് ഇറങ്ങി വരുന്ന ഇറക്കത്തിൽ എന്താണ് അത് അപ്പത് റസ്മിൽ അങ്ങനെ വെക്കേണ്ടടുത്ത് വെച്ചു. അങ്ങനെ വന്നു. ഇല്ലം തലാ യത്ലുഹു മിതസൂലി, ഇറങ്ങി വരുന്ന സമയത്ത് ആ ഖാസ് എന്താണെന്നറിയാമോ? അടുത്ത് വന്നിട്ടില്ല. ഇങ്ങനെ ഓതല്ല, അടുത്ത് വരിക എന്നാ ഖുർആനുള്ള ഖാസ്. തലാഹു അത് ആമിനോട് എന്തായി അടുത്ത് വന്നു, വെക്കേണ്ട സ്ഥലത്ത് അടുത്ത് വന്നു. പക്ഷെ നുസൂൽ അത് അടുത്ത് വന്നില്ല. എങ്കിലും അതിനെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുക എന്ന അടയാളത്തിൽ അടുത്ത് വന്നാൽ ആ ഖാസിനെ കുറിച്ച് എന്ത് പറയാം? ആമുൻ, അത് ആമാണ്. അപ്പൊ ഖുർആനുള്ള ഖാസ് അതെന്തായെന്നറിയാമോ? അടുത്ത് വരിക എന്നല്ല, പിന്നെ തന്നെയാ ഓതുക തന്നെ. ഖുർആനെ വെച്ച സ്ഥലത്ത് തന്നെ അങ്ങനെ വെച്ചു, വെക്കണ്ടോടത്ത് തന്നെ വെച്ചത് അങ്ങനെ ഓതുന്നുണ്ട്. അങ്ങനത്തെ ഖാസ് അത് ഇറങ്ങുന്ന സമയത്തിൽ അത് താലിയായിട്ടില്ല എങ്കിലും ഓത് വന്നിട്ടില്ല എങ്കിലും ആമുൽ മുനാസബത്തി ബൈന താലി വൽ മത്ലൂബി, ഓതുന്നവന്റെയും മത്ലൂബ് ഓതപ്പെടുന്നതും ഓതുന്നവന്റെയും ഓതപ്പെടുന്നതിന്റെയും ഇടയിൽ എന്താണ്? മുനാസിബത്തുണ്ട്. ആ മുനാസിബത്ത് നോക്കിയിട്ടത് ആമാണ് ഖാസ് എന്നർത്ഥം. ഉദാഹരണമായി പറയാം, കമാ ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്കിലുള്ളതുപോലെ അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഊത്ത്. ഇവിടെ ജിബ്ത് വത്താഊത്ത് എന്ന് പറഞ്ഞാൽ സ്വനമാനിന്റെ ഖുറൈശികൾക്കുള്ള രണ്ട് വിഗ്രഹം. നബിയെ തങ്ങൾ ആലോചിക്കുന്നില്ലേ? ഊത്തു അവർക്ക് നൽകപ്പെട്ടു നസീബൻ മിനൽ കിതാബി, കിതാബിന് വിഹിതം. യുഅ്മിനൂന എന്നിട്ട് അവർ വിശ്വസിക്കുന്നു ബിൽ ജിബ്തി വത്താഊത്ത്, ഈ രണ്ട് വിഗ്രഹങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു എന്നാണ്. ഫഇന്നഹു കമാ ഖാല അഹ്ലു തഫ്സീർ, തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇശാറത്തുൻ, ഈ പറഞ്ഞ വാക്ക് സൂചനയാണ് ഇലാ കഅബ് ബിൻ അഷ്റഫ് വനഹ്വിഹി മിൻ ഉലമാഇ യഹൂദി, ജൂത വിഭാഗത്തിലെ പണ്ഡിതന്മാരിൽപ്പെട്ട കഅബ് ബിൻ അഷ്റഫും അതുപോലത്തെ ആൾക്കാരിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഈ പറയുന്നത്. എപ്പോൾ അമ്മ ഖദിമു, അവർ മുന്നിട്ട് വന്നു മക്കയിലേക്ക്. അങ്ങനെ ഷാഹിദു ഖത്ല ബദർ, ബദറിലേക്ക് കൊല്ലപ്പെട്ട ആളുകളുമായി അവർ കാണുകയും ഹാജരാവുകയും ചെയ്തിട്ടുമുണ്ട്. അങ്ങനത്തെ വിഭാഗമാണിവർ. അങ്ങനെ വന്നിട്ട് ഹർറദു അൽ മുശ്രിക്കീന അൽ അഖദ്, എത്തരത്തിൽ ബദറിലവർ എന്തായി പങ്കെടുത്തിട്ടുണ്ട്. ആര്? കൊല്ലപ്പെട്ട ആൾക്കാരുമായി ഒരു സന്നിഹിതരായ ആൾക്കാരാണ് ജൂതന്മാർ. എന്നിരിക്കെ മക്കയിൽ അവർ വന്നപ്പോൾ മുശ്രിക്കുകളോട് അവർ പ്രേരിപ്പിച്ചു അൽ അഖദ് ബി സഈരിഹിം, അവരെ ആകെ പിടികൂടണമെന്നതിന്റെ മേലിൽ. മഹാറബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയോട് എതിർക്കണമെന്നതിന്റെ മേലിലും മുശ്രിക്കുകളെ പ്രേരിപ്പിച്ചു. അങ്ങനെ എന്താണെന്നറിയാം, ഫസഅലൂഹും, ജൂതന്മാരോട് അപ്പോൾ മുശ്രിക്കുകൾ ചോദിച്ചു, മൻ അഹ്ദാ സബീലൻ മുഹമ്മദുൻ വ അസ്ഹാബുഹു അം നഹ്നു എന്ന. എന്നാ നിങ്ങൾ പറയൂ, ഞങ്ങളാണോ നല്ല മാർഗം ആയവർ യഥാർത്ഥ മാർഗത്തിലുള്ളത്, മുഹമ്മദും അണികളുമാണോ അതോ ഞങ്ങളാണോ എന്ന.
അപ്പൊ ആ ജൂതന്മാര് പറഞ്ഞു കൊടുക്കുകയാണ് പണ്ഡിതന്മാര്, അൻതും നിങ്ങളാന്ന പറഞ്ഞു. ഏതോടൊപ്പം മഅൽമിയും ആ ജൂതന്മാർക്ക് അറിയാം, ബിമാബി കിതാബിയും അവിടെ കിതാബിലുള്ളത് കൊണ്ട് അറിയാം. എന്താ കിതാബിലുള്ളത്? മിന്നായത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ വിശേഷണമാണ്. എങ്ങനത്തെ വിശേഷണം എന്ന് അറിയാൻ, മുന്തബിഖി അലൈഹി, അതിന്റെ മേലിൽ മുന്തബിഖായി യോജിച്ചു വന്ന് നിൽക്കുന്നതായ ആയത്തവിടെ ഉണ്ട് കിതാബിൽ. അതവർക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ മുശ്രിക്കുകളോട് പറഞ്ഞ് നിങ്ങളാണ്. വാഹിദിൽ മവാസീഖി അലൈഹിം, നബി ഇങ്ങനെ അവരുടെ മേൽ ഉടമ്പടിയെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ ഉടമ്പടി? അല്ലാ യകുത്തുമൂഹുൻ, അതിനെ മറച്ചു വെക്കാൻ പാടില്ല എന്ന. അപ്പൊ ആ നബിന്റെ വിശേഷണം വെളിവാക്കി കൊടുക്കണമെന്നും അത് മറച്ചു വെക്കരുത് എന്നുമുള്ളതാണ് അവരുടെ മേൽ ഉടമ്പടി പിടിച്ചത്. ആ ഉടമ്പടിയൊക്കെ പിടിച്ച് അങ്ങനെ അതിന്റെ മേൽ യോജിച്ചു വന്നതായ എല്ലാ വിശേഷണ കിതാബിലുണ്ടായിരിക്കെ അതവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞത് നിങ്ങളാണ്. അങ്ങനെ വക്കാനതാലിക്ക മറച്ചു വെക്കരുത് എന്നുള്ളതായി അമാനത്തൽ ലാസിമത്തല്ലവും, അത് അവർക്ക് നിർബന്ധമുള്ള ഒരു അമാനത്തായി വീട്ടണം. വലം യു അദ്ദൂഹ, എത്തരത്തിൽ അവർ അത് വീട്ടിയതുമില്ല. ഐസു ഖാലുൽ കുഫാരി അൻതും അഹ്ദാ സബീലൻ എന്നൊരു പറഞ്ഞില്ലേ, നിങ്ങളാണ് ഏറ്റവും നല്ല മാർഗത്തിൽ എന്ന് കുഫാരിങ്ങളോട് ജൂതന്മാര് പറഞ്ഞു. അപ്പൊ അവിടെ വീട്ടാൻ പറഞ്ഞ കാലം വീട്ടിയില്ല. അമാനത്ത് മറച്ചു വെക്കരുത്, അത് മറച്ചു വെച്ചു. അപ്പൊ അമാനത്തൊരു വീട്ടിയില്ല. ഹസദല്ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളോട് അസൂയ വെച്ചിട്ടാണ് ഈ വാക്ക് അവർ പറഞ്ഞത്. വഖദ് തളമ്മനത്തിൽ ആയത്തു, ഈ പറഞ്ഞ ആയത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാദൽ ഖൗലി, ഈ പറഞ്ഞ വാക്കോടം തന്നെ എന്ത് അവരിങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞ വാക്കോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആയത്ത് ഉൾപ്പെടുത്തി. എന്താ ഉൾപ്പെടുത്തിയത്? അത്തവഅദ അലൈഹിൽ മുഫീദിൽ അംരി മുഖാബലിഹി, അതിന്റെ നേരെ എതിരുകൊണ്ട്, അതിന്റെ നേരെ മുഖാബല കൊണ്ട് എന്തുവാണെന്നറിയാമോ, കൽപ്പനയെ മനസ്സിലാക്കി തരുന്ന ഒരു പേടിപ്പെടുത്തൽ അതിന്റെ മേലിലുണ്ട്. ആ പേടിപ്പെടുത്തൽ എന്താ മുഖാബല എന്ന് ചോദിച്ചാൽ, മുഹമ്മദുൻ അതുപോലെ തന്നെ അണികളും ആണ് എന്ത് യഥാർത്ഥ മാർഗത്തിൽ എന്നുള്ളതാണ് മുഖാബല. അതാണ് പറയേണ്ടത്. ആ മുഖാബല കൊണ്ട് ഇവരുടെ കൽപ്പന ഉണ്ടായിരിക്കെ ആ കൽപ്പനയെ മനസ്സിലാക്കി തരുന്ന അങ്ങനത്തെ ഒരു പേടിപ്പെടുത്തൽ ഈ ആയത്തോടുകൂടെ, ഈ പറഞ്ഞ വാക്കോടുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആയത്ത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനത്തെ മുഖാബല അൽ മുസ്തമിരി അലാ ഇറാദത്തിൽ അമാനത്തി അല്ലത്തി ഹിയ ബയാനു സിഫത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ വിശേഷണത്തെ വിശദീകരിച്ച് തരുന്നതാണ് ആ അമാനത്ത്. അങ്ങനത്തെ അമാനത്തിനെ ഉദ്ദേശിക്കലിന്റെ മേൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായ മുഖാബല. ആ മുഖാബല കൊണ്ട് കൽപ്പിക്കലിനെ മനസ്സിലാക്കി തരുന്ന അങ്ങനത്തതായ ഒരു തവഅദ് അവരുടെ മേൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയത്ത് എന്നും കൂടിയാ. അതൊരു മനസ്സിലാക്കിയില്ല, അവർ മറച്ചു വെച്ചു, അപകടം വരുത്തി. ഇവിടെ അങ്ങനെ ഖാസ് ഉണ്ടായിരിക്കെ ആ ഖാസ് ആമാണെന്നാ പറഞ്ഞുകൊണ്ടുവരുന്നത്. അങ്ങനെ ഇഫാദത്ത് എങ്ങനെയത് മനസ്സിലാക്കി തരാന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ അവരുടെ കിതാബിൽ വിശേഷണം നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി തരുന്നുണ്ട്. വദാലിക, അതാണെങ്കിൽ ആ മുഖാബല, അതായത് അമാനത്തിനെ വീട്ടൽ നിർബന്ധമാക്കുന്ന ആ മുഖാബല കൊണ്ടുള്ള അംറ്, ആ കൽപ്പന മുനാസിബുൻ ലിഖൗലിഹി തആല, അത് അള്ളാന്റെ ഖൗലോട് യോജിച്ചതാണ്. എന്താ അള്ളാന്റെ ഖൗൽ എന്നറിയാമോ? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്നത് അമാനത്ത്. ആ അമാനത്തിനെ അതിന്റെ അഖിലുകാരിലേക്ക് നിങ്ങൾ വീട്ടണമെന്ന് അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഈ ആയത്ത്, ഈ പറയുന്ന ആയത്തിലെ അമാനത്ത് ബി കുല്ലി അമാന, എല്ലാ അമാനത്തിലും അത് വാതകമാണ്. അതെല്ലാ അമാനത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയത്ത്. വദാലിക, മുകളിൽ പറഞ്ഞതായ സംഭവം അഥവാ നബിയെ കുറിച്ചുള്ള വിശേഷണം മറച്ചു വെക്കരുത്, അവർ യഥാർത്ഥ വഴിയിലാണെന്ന് നിങ്ങൾ അറിയണം. ആ പറയുന്നത് ഖാസുമാണ്. ആ ഖാസ് ബി അമാനത്തിൻ, അമാനത്ത് കൊണ്ടുള്ള ഖാസാണ്. ഹിയ അമാനത്ത് ബയാനു സിഫത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഫത്തിനെ വിശദീകരിക്കലാണ് ആ അമാനത്ത്. എന്തുകൊണ്ട്? ബിത്വരീഖി സാബിഖി, മുമ്പ് പറഞ്ഞ അതേ രീതി കൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങളുടെ വിശേഷണം വിശദീകരിക്കലാണ്. അങ്ങനെ വിശദീകരിക്കുന്ന ഈ അമാനത്ത് കൊണ്ട് ഖാസാക്കി പറയുന്ന മുമ്പത്തെ ആയത്തും ഈ പറഞ്ഞ ആയത്തും തമ്മിൽ ആമാണ്, മുമ്പത് ഖാസുമാണ്. അങ്ങനെ വരുമ്പോൾ വൽ ആമു താലിൽ ഖാസി ഫിർ റസ്മി, അപ്പൊ ആം എന്ന് പറയുന്നത് ഖാസിനോട് അടുത്തു വരുന്നതാണ്. ഫിർ റസ്മി, അടയാളത്തിൽ. ഖുർആൻ വെക്കുന്നിടത്ത് അടുത്താണെങ്കിലും മുത്തറാഖിൻ അൻഹു ഫിൻ നുസൂലി, ഇറങ്ങി വരുന്ന കാര്യത്തിൽ എന്താണെന്നറിയാമോ? ഖാസിനെ തൊട്ട് എന്താണെന്ന് പറയാൻ പിന്തിയിട്ടുമുണ്ട്.
ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ തെറ്റാതിപ്പോ മനസ്സിലാക്കാം. ഓതി എന്നല്ല, തലാവ് അടുത്തു വന്നു എന്നതാണ്. അപ്പോ ബൈനത്താരി വൽ മത്തുലുവി അടുത്തു വരുന്നതിന്റെയും അടുക്കപ്പെടുന്നതിന്റെയും ഇടയിലുള്ള മുനാസിബ് നോക്കിയിട്ട് ആമാണെന്ന് പറയാം. ഇപ്പോ നമുക്ക് താരിന്റെ തെറ്റിയത് ഓത്തല്ല, അടുത്ത് വരിക എന്നുള്ളതാണ്. ഇപ്പൊ കണ്ടോ, ഇവിടെ മനസ്സിലാക്കാൻ നമുക്കത് എന്ത് ആം ഇവിടെ ഖാസിനോട് അടുത്തു വന്ന് ഖുർആനിൽ എഴുതിയപ്പോ അതേ സമയത്ത് ആ ആം പിന്തി വന്നിട്ടുണ്ട് ഖാസിനെ തൊട്ട് കുറെ കഴിഞ്ഞിട്ട്. എത്ര കൊല്ലത്തെ മാറ്റം? അത് ഒരു 6 കൊല്ലത്തെ മാറ്റമുണ്ട് സമയം. എന്തിന്റെ ഇടയില്? മാ ബൈന ബദരിൻ ബി റമളാന മിനസ്സനതി സാനിയ, 2ാം കൊല്ലത്തിലെ റമളാനിലെ ബദറിന്റെ ഇടയിലും വൽ ഫത്ഹി ബി റമളാന മിനസ്സാമിന, 8ാം കൊല്ലത്തിലെ റമളാൻ മാസത്തിലെ ഫത്ഹിന്റെ ഇടയിലും തമ്മിൽ 6 കൊല്ലത്തെ മാറ്റമുണ്ട്. അപ്പൊ ഇറങ്ങലിൽ വഴുകിയെങ്കിലും എഴുത്ത് രണ്ടും അടുത്തു നിൽക്കുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ആ ഖുർആൻ പറഞ്ഞ ഖാസ് എന്തായിരിക്കും? തമ്മിൽ മുനാസബ നോക്കുമ്പോ താലിയും മത്തുലുവും തമ്മിൽ അടുത്തു. ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കുമ്പോ നുസൂലിൽ അത് അടുത്തിട്ടില്ല എങ്കിലും റസ്മിൽ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഖാസ് ആമാണെന്ന് വെക്കണം. അപ്പൊ മുമ്പ് പറഞ്ഞതായിരിക്കുന്ന സംഭവം നബിതങ്ങളെ ആസ്പദപ്പെടുത്തി വന്ന അമാനത്താണ്, ഖാസാണ്. എങ്കിലും പിന്നെ വന്ന ആയത്ത് എല്ലാ അമാനത്തിനെയും ഉൾപ്പെടുത്തുന്നതുമാണ്. അപ്പൊ ആ അമാനത്തിനോട് ചോദിച്ച ആ ഖാസ് എന്തായി? ആമായി വരും എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായത്? വൈന്നമാല പിന്നെ മുസന്നിഫ് അവർ പറഞ്ഞത് വയഖുറബു മിന്നാ സബബിയായ പിന്നെ സൂറത്തിനോട് അടുത്തു വരും കഥ അങ്ങനെ പറഞ്ഞല്ലോ. ഏത് ഈ ആം എന്ന് പറയുന്ന വർത്താനം, ആം അടുത്തു വരും. ഇങ്ങനെ മുസന്നിഫ് പറഞ്ഞത് എന്തുകൊണ്ടാ? ലഅന്നഹു നിശ്ചയമായിട്ടും ഖാസ് ലം യരിദിൽ ആമു, ആമ വന്നിട്ടില്ല ബിസബബിഹി, ആ ഖാസിന്റെ കാരണം കൊണ്ട് ആമ വന്നിട്ടില്ല. അതുകൊണ്ടാണ് യഖുർബു എന്ന് ഇട്ടത്. ബിഖിലാഫിഹാ സൂറത്തി സബബി, അതേ സമയത്ത് സബബിന്റെ സൂറത്തിനെതിരുകൊണ്ട് സബബിയായ സൂറത്ത് വെച്ചിട്ടാണ് ഇറങ്ങുന്നത് എങ്കിൽ പിന്നെ യഖുർബു എന്നല്ല പറയാ, അതിന്റെ കാരണം കൊണ്ട് എന്നാ പറയാ. ഇവിടെ യഖ്റുബ് ഇടാൻ കാരണം ആ ഇതിന് വെച്ചിട്ട് ഇറങ്ങിയ ആയത്തല്ല, അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ഇതിലുള്ള തെറ്റുകൾ അള്ളാഹു തആല തിരുത്തി സന്തോഷമാക്കി തെരുമാറാവട്ടെ. നാഫിയ ഇൽമു വർദ്ധിപ്പിക്കട്ടെ. അള്ളാഹു ഇനിയും തുറന്നുകൊണ്ട് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുവാൻ, എന്നും എടുക്കുവാൻ ആഫിയത്തും എല്ലാവിധ സൗകര്യം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയ്യത്തോടെ ഞാൻ ഈ ക്ലാസ് ഗ്രൂപ്പിലേക്ക് സമർപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ജംഉൽ ജവാമിഅയുടെ ഗ്രൂപ്പിലുള്ള ഉസ്താദുമാരെ, സഹപാഠികളെ, നമ്മുടെ എല്ലാമായ ആത്മപിതാവുമായ എല്ലാത്തിനും കാരണക്കാരുമായ പ്രകാശത്തിന്റെ ആദ്യത്തെ ഒളിവിന്റെ ഉടമയുമായ ഹബീബായ നബി തങ്ങളുടെ 1493 ജന്മദിന മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മഹാനായ നബിയുടെ ജന്മപ്രവി മാസത്തിൽ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നതോടൊപ്പം ജംഉൽ ജവാമിയുടെ 20ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മസ്അലത്തുൻ ഇൻദ അഖറൽ ഖാസ് വൽ അമൽ. മസ്അല എന്താണെന്നറിയാമോ? ഖാസ് ആം കൊണ്ട് അമൽ ചെയ്യലിനെ തൊട്ട് പിന്തി വന്നു. എന്താ ആം? അൽ മുആരിദി ലഹു ഐ അൻ വഖ്തിഹി, ഖാസിനോട് എതിർക്കുന്ന അതിന്റെ സമയത്തെ വിട്ടുകൊണ്ട് അമൽ ചെയ്യലിനെ തൊട്ട് ഖാസ് പിന്തി. എന്നാൽ എന്താ അവിടുത്തെ വിധി? നസ്ഖൽ ഖാസ് വൽ ആമ്മ, ഖാസ് ആമിനെ ദുർബലപ്പെടുത്തും. ആ ഖാസ് ആമിനെ ഇല്ലാതെയാക്കും. ബിനിസ്ബത്തി ലിമാ തആറള ഫീഹി, അത് രണ്ടും എതിർക്കുന്ന ഒരു കാര്യത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിലാണ് എതിർക്കുന്നില്ല. ഇല്ല അങ്ങനെയല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം രൂപത്തിൽ വരാൻ നോക്കാം. ഇല്ല കൊണ്ട് ഖാസ് പിന്തി അനിൽ ഖിതാബിൽ ആമി, ആം കൊണ്ട് അഭിസംബോധനം ചെയ്യലിനെ തൊട്ട് പിന്തി വന്നു. ദൂരൽ അമലി, അമലില്ലാതെ. ഇവിടെ അമലിനെ തൊട്ട് പിന്തി പറഞ്ഞത് ഇതല്ല.
അമലില്ല. പക്ഷെ ആമോണ്ട് ഖിതാബ് ഇട്ടിട്ടുണ്ട്, അഭിസംബോധന ചെയ്തിട്ടുണ്ട്, അതിനെയും വിട്ട് ഖാസ് പിന്തി. ഇങ്ങനെയും പറയാമോ ഇല്ല എന്നതിൽ. അല്ലെങ്കിൽ ഇല്ല എന്നതിൽ എങ്ങനെ വരാം? ഔ താഖർ ആമ് പിന്തി, അതിൽ ഖാസ് വന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ആമ് വരുന്നത്, ഇങ്ങനെ വരാം. അവിടെ മുത്തലഖൻ നൽകാം എന്ന് പറഞ്ഞാൽ ഖിതാബിന്റെ സമയത്തെ തൊട്ടോ അല്ലെങ്കിൽ ഖാസ് കൊണ്ടുള്ള ഖിതാബ്, ആ ഖിതാബിന്റെ സമയത്തെ തൊട്ടോ അല്ലെങ്കിൽ അമലിന്റെ സമയത്തെ തൊട്ടോ ഖാസിനെയും വിട്ട് ആമ് പിന്തി. അല്ലെങ്കിൽ ലൗ തഖാറന, രണ്ടും അന്വരിച്ച് വന്നു, ബിഅൻ അഖിബ അഹദുഹുമാൽ ആഖർ, രണ്ടിൽ ഒന്ന് മറ്റൊന്നിന്റെ കൂടെ വരിക. ആമ് വന്നപ്പോ ഉടനെ ഖാസ് വരാം, അല്ലെങ്കിൽ ഖാസ് വന്നപ്പോ ഉടനെ ആമ് വരാം. അല്ലെങ്കിൽ ഔ ജുഹില താരിഖുമ, അത് രണ്ടിന്റെയും ആമിന്റെയും ഖാസിന്റെ ഡേറ്റ് അറിയാതെ വന്നു. ഇങ്ങനെയൊക്കെ വരാൻ ഇല്ല എന്ന് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ആമിനെ ആ ഖാസ് തഖ്സീസാക്കും. അമലിനെ തൊട്ട് പിന്തി വന്നോടത്തെ എന്താവുള്ളൂ? നസ്ഖ് ചെയ്യുള്ളൂ. ഇവിടെ ഖാസാക്കില്ല, നസ്ഖ് ചെയ്യില്ല. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, ദഖാല രണ്ടും ഒപ്പം അന്വരിച്ച് വന്നാലോ താറലാഫിൽ ഖാസിൽ, എന്നാ ഖാസിൽ എന്താവും? അത് എതിരായി. ഖാസിൽ അത് എതിരാണ് രണ്ടും ഒപ്പം വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ്. ഏതുപോലെ? നസ്ഫൈനി, രണ്ട് നെസ് പോലെ, രണ്ട് നെസ് വന്നു, രണ്ട് നെസ് നിന്നാൽ തമ്മിൽ എതിരായില്ലേ? ഐക്കൽ മുഖ്തലിഫീന നുസൂസിയത്ത് കൊണ്ട് രണ്ടും പിന്തി വന്നതുപോലെയാണ്. നുസൂസിയത്ത് കൊണ്ട് രണ്ടും പിന്തി വരൽ എങ്ങനെ? ചബി അയ്യക്കൂന ഖാസ്വൈനി, അത് രണ്ടും ഖാസായിട്ട് വരാം. ഈ വരുന്ന രണ്ടും ഖാസായിട്ട് വരാം. ഒന്ന് ഖാസ് ഒന്ന് ആമല്ല, രണ്ടും ഖാസായിട്ട് വരാം. ഇങ്ങനെ വരികയാണെങ്കിൽ വയഹ്താജുൽ അമലു ബിൽ ഖാസി, ഖാസ് കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അത് ആവശ്യമായി വരും. ഇലാ മർജിഇൻ ലഹു, അതിനൊരു മടക്ക സ്ഥലമാണ്, അതിലേക്ക് ആവശ്യമായിട്ട് വരും. ആമ് കൊണ്ട് അമൽ ചെയ്യുമ്പോ രണ്ടും ഖാസാവുകയാണെങ്കിൽ നമ്മൾ പറയട്ടെ അൽ ഖാസു അഖ്വാ മിനൽ ആമി ഫി ദലാലത്തി അലാ ദാലിക്കൽ ബഅദ്, ആ ബഅദുണ്ടല്ലോ, ബഅദുൽ അഫ്റാദിന്റെ മേലിൽ അറിയിക്കുന്ന കാര്യത്തിൽ ആമിനേക്കാൾ ഏറ്റവും ശക്തമായത് ഖാസല്ലേ, അത് നമ്മൾ പറയും. കാരണം ലിഅന്നഹു യജൂസു അല്ലാ യുറാദ മിനൽ ആമി, ആമിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടാതിരിക്കൽ ജായിസാണ്. ആമിൽ നിന്ന് അങ്ങനെ ഉദ്ദേശിക്കപ്പെടാൻ വകുപ്പില്ല, അങ്ങനെ ഉദ്ദേശിക്കപ്പെടാതിരിക്കലാണ് ആമ്. അതുകൊണ്ടാണ് ആ ബാദിന്റെ മേൽ അറിയിക്കാൻ ഏറ്റവും നല്ലത് ഖാസ എന്ന് പറഞ്ഞത്. ബി ഖിലാഫിൽ ഖാസി, ഖാസിനെതിരുകൊണ്ട്. അപ്പൊ വലഹാജത്തൈലാ മർജിഅലോ, ഖാസാബിന് എന്ത് വേണ്ട? അതിന് മടങ്ങുന്ന ഒരു സ്ഥലത്തിലേക്ക് ഇപ്പൊ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഇതാണ് ആമും ഖാസും തമ്മിലുള്ള മാറ്റം. വഖാലത്തുൽ അനഫിയത്തു, അനഫി പണ്ഡിതന്മാര് പറഞ്ഞത്, ഇമാമുൽ അറമേനി, ഇമാം അറമേനി തങ്ങളും പറയുന്നത്, അൽ ആമുൽ മുതാഖിർ അൽ ഖാസി, ഖാസിനെയും വിട്ട് പിന്തി വന്ന ആമ് നാസ്ഖുൽ ലഹു, എന്ത് ചെയ്യും? ഖാസിനെ അത് നസ്ഖ് ചെയ്യും. കഅക്സിഹി, അതിന്റെ അക്സ് പോലെ തന്നെ. എന്ത്? ആമിനെയും വിട്ട് ഖാസ് ഖാസ് പിന്തി വന്നാൽ ആ ഖാസ് എന്ത് ചെയ്യും? ആമിനെ നസ്ഖ് ചെയ്യൂലേ എന്നതുപോലെ ഖാസിനെയും തൊട്ട് ആമ് പിന്തി വന്നാൽ ആമ് ഖാസിനെ നസ്ഖ് ചെയ്യും. ബി ജാമിഉ തഅഖുരി, പിന്തി വന്നു എന്ന ജാമ്യ, രണ്ടിലും വരുമ്പോ അങ്ങനെ ജാമിഉ തഅഖുർ ഉണ്ടാവുക. പിന്തി വന്നു എന്ന ജാമ്യ നോക്കിയിട്ടാണ് പറയുന്നത്. നമ്മൾ പറയും അൽ ഫർഖു, വ്യത്യാസം, അന്നൽ അമല ബിൽ ഖാസിൽ മുതഅഖിരി, പിന്തി വന്ന ഖാസ് ഉണ്ടല്ലോ, ആ ഖാസ് കൊണ്ട് അമൽ ചെയ്യല് ലാ യുൽഗിൽ ആമ, ആമിനത് മോശമാക്കൂല എന്ന് പറയും. ബി ഖിലാഫിൽ അക്സി, അക്സിന് നേരെതിര്, അതാണ് അക്സിന് നേരെതിരാ. എന്താ അക്സിനെതിര്? ആമ് കൊണ്ട് അമൽ ചെയ്യലിനെ, അല്ല ഖാസ് കൊണ്ട് അമൽ ചെയ്യലിനെ ആമിനെന്താക്കൂല, മോശമാക്കൂല എന്നല്ലേ പറഞ്ഞത്. എങ്കിൽ പിന്തി വന്ന ആമ് കൊണ്ട് അമൽ ചെയ്യുമ്പോ എന്ത് ചെയ്യും? അത് ഖാസിനെ മോശമാക്കും. അങ്ങനെ ശരിപ്പുണ്ട്. വൽ ഖാസു അഖ്വാ മിനൽ ആമി ഫി ദലാലത്തി, അറിയിക്കുന്ന കാര്യത്തിൽ ഖാസല്ലേ ആമിനേക്കാൾ ശക്തം. അപ്പൊ എന്ത് ചെയ്തു? ഫവജബ തഖ്ദീമു അലൈഹി, ആമിനേക്കാൾ എന്ത് ചെയ്തു? ഖാസിനെ മുന്തിച്ചു എന്നല്ലാതെ നസ്ഖിൽ എവിടെ? ഖാലു, അവര് പറയുന്നു, ഇൻ ജുഹില താരിഖു ബൈനഹുമാ, ആമിന്റെയും ഖാസിന്റെയും ഇടയിൽ ഡേറ്റ് അറിവില്ല എങ്കിൽ എന്ത് ചെയ്യുന്ന? നവൽ വഖഫു, അവിടെ മിണ്ടാതെ നിൽക്കലാണ്. അതിൽ അമലി വാഹിദി മിൻഹുമ,
ഇവ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് അമൽ ചെയ്യുന്ന തൊട്ട് ഒന്നും പറയാനല്ല. അല്ലെങ്കിൽ അവ തസാഖുത്തു ലഹുമാ രണ്ടും ഒഴിവാക്കലാണ്. രണ്ടും വേണ്ടാന്ന് വെക്കുക, രണ്ടോട് അമൽ ചെയ്യണ്ടാന്ന് വെക്കാം. ഖൗലാനി ലഹും പണ്ഡിതന്മാർക്ക് രണ്ട് ഖൗലുണ്ട്. മുത്തഖാരിബാനി ലിഹ്തിമാലി കുല്ലി മുത്തഖാരിബാനി എങ്ങനത്തെ രണ്ട് ഖൗല്? അത് രണ്ടും അടുത്തു വരുന്നതാണ്. എന്തിന്? ലിഹ്തിമാലി കുല്ലി മിൻഹുമാ ഇവ രണ്ടിനുള്ള എല്ലാം ഓരോന്നും എന്താണ് ഇഹ്തിമാലുണ്ട് ഇന്ദകും അവരുടെ അടുക്കൽ മുതാഖിർ കൊണ്ട് പരിഗണിക്ക എന്നൊരു കാര്യം അവിടെ ഉണ്ടല്ലോ. എന്തിന്? ലിഅയ്യകൂന മൻസൂഖം ആ രണ്ടിൽ ഒന്ന് മൻസൂഖാവാൻ അവരുടെ അടുക്കൽ ഇഹ്തിമാലുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇഹ്തിമാൽ വന്നത്? ഇഹ്തിമാൽ തഖദ്ദും അൽ ആഖിർ ഇതിനെ മറ്റേതിനേക്കാൾ മുന്തിക്കുക എന്ന ഇഹ്തിമാൽ വെക്കും, മറ്റേ മൻസൂഖാവണ്ടേ, ഇങ്ങനെ വരുമല്ലോ എന്ന്. മിസാൽ ആമിന് ഉദാഹരണമായി പറയാനുള്ളത് ഫഖ്തുലുൽ മുശ്രിക്കീന എന്ന ഇവിടെ ആമ മുശ്രിക്കുകളെ കൊല്ലുക എന്നുള്ള അവിടെ ഖാസ് ഉണ്ട്. അയ്യുഖാല പറയല ലാ തഖ്തുലു അഹ്ല ദിമ്മ അഹ്ലു ദിമ്മത്തിനെ നിങ്ങൾ കൊന്നു കളയരുത്. ഇവിടെ ഖാസ ഈ അഹ്ലു ദിമ്മത്തും മുശ്രിക്ക് പെട്ടതുമാണ്. അപ്പൊ ഇവിടെ ആദ്യം ആമ് പിന്നെ ഖാസ്. അപ്പൊ എന്തായി? ആമിനെയും തൊട്ട് പിന്തി വന്ന ഖാസ് അല്ലേ? അപ്പൊ ഖാസിന്റെ ഉദാഹരണം അതുപോലെ ആമിന്റെ ഉദാഹരണം ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ. ഇനി വൈകാര കൊല്ലും മിന്നുമ ആമി വജിഗൻ ഖാസമി വജിഗൻ രണ്ടും ആമാണെങ്കിൽ ഒരു ഭാഗത്തിൽ കൂടെ ആകുമ്പോ അത് ഖാസാവും, മറ്റതും അങ്ങനെ. ഇങ്ങനെ വന്നാൽ ഇപ്പൊ തെർജീവ് ബൈനഹും അങ്ങനെ വരുമ്പോ എന്താ ചെയ്യാന്ന്? അത് രണ്ടിന്റെ ഇടയിൽ ഒരു ഭാഗത്തിൽ കൂടെ ഖാസ് ഒരു ഭാഗത്തിൽ കൂടെ ആം ഇങ്ങനെ വന്നാൽ അവിടെ തെർജീഹാക്കാനുള്ള വകുപ്പ് മിൻ ഖാരിജിൻ പുറത്തു നിന്ന് മറ്റൊന്നിൽ നിന്ന് ഇത് രണ്ടിനിക്കൂടെ തെർജീഹാക്കൽ വാജിബാണ്. എന്തുകൊണ്ട്? താദിലിഹിമ രണ്ടും കടപിടിച്ചത് കൊണ്ട്. തഖാറൻ ഔ താഖറ ഇഹ്ദാഹുമ രണ്ടും എന്താണെന്നറിയാമോ? രണ്ടിൽ നിന്ന് മറ്റൊന്നിനോട് ചേർന്ന് വന്നു, അല്ലെങ്കിൽ രണ്ടിൽ ഒന്ന് പിന്തി വന്നു. ഈ വരുന്ന വിഷയത്തിൽ രണ്ടും കടപിടിക്കുന്നുണ്ട്. ഇങ്ങനെ കടപിടിക്കുന്നത് ആയതുകൊണ്ടാണ് ഇത് രണ്ടും അല്ലാതെ ഇത് രണ്ടിനെ തർജീഹാക്കാൻ മറ്റൊന്നിൽ നിന്ന് തേടിയെടുത്ത നിർബന്ധ എന്ന് പറയുന്നു. ഹനഫിയത്തു ഹനഫി ഇമാമിന്റെ പണ്ഡിതം ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാര് പറയുന്നു അൽ മുതാഖിറു നാസിഖുൻ ലിൽ മുതഖദ്ദിമി എന്ന മുമ്പ് പറഞ്ഞതിനെ പിന്തി വന്ന് ദുർബലപ്പെടുത്തും എന്നാണ്. മിസാലു ദാലിക അതിന്റെ ഉദാഹരണം ഹദീസുൽ ബുഖാരിയുടെ ഹദീസ മൻ ബദ്ദല ദീനു ഫഖ്തുലുഹു എന്നതാണ് ഹദീസ്. എന്താ പറഞ്ഞത്? ദീനിനെ മാറ്റി മറിച്ച് അവരെ കൊന്നു കളയണമെന്ന ഇതൊരു ഹദീസാ. ഹദീസു സഹീഹൈനി സ്വഹീഹ് മുസ്ലിമിലെ ബുഖാരിയുടെയും ഹദീസ് കാണാം. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയ നബി തങ്ങള് നഹ അൻ ഖത്ലിൻ നിസായി സ്ത്രീകളെ കൊല്ലലിനെ തൊട്ട് നബി തങ്ങൾ വിരോധിച്ചു എന്ന. അപ്പൊ ഇങ്ങനെ ആദ്യം പറഞ്ഞു മൻ ബദ്ദല ദീനഹു ഫഖ്തുലു എന്ന്. രണ്ടാമത് വന്നത് അൻ ഖത്ലിൻ നിസായി എന്ന. ഫൽ അവ്വലു ആദ്യം പറഞ്ഞത് ആമല്ലേ? മൻ ബദ്ദല ദീനഹു എന്ന ആമ അതിൽ റിജാലി വന്നിസായി അത് സ്ത്രീയിലും പുരുഷൻ രണ്ടിലും ആമാണ്. എങ്കിൽ അത് ആമായിരിക്കെ ഖാസും ബി അഹ്ലി റിദ്ദത്തി എന്ന അടുത്ത് നോക്കുമ്പോ അത് ഖാസുവാണ്. റിദ്ദത്തിന്റെ അഖിലുകാർ എന്ന നിലക്ക് വെക്കുമ്പോ ഖാസായി. അതേ സമയത്ത് വസ്താനി രണ്ടാമത് പറഞ്ഞത് ഏത്? അൻ ഖത്ലിൻ നിസാൻ ഖാസും ബിൻ നിസാനെ കൊണ്ട് ഖാസാണെങ്കിലും ആമു ബിൽ അറബിയാത്തി വൽ മുർത്തദ്ദാത്തി മുർത്തദ്ദായ പെണ്ണുങ്ങളും അറബിയായ പെണ്ണുങ്ങളും എന്ന നിലക്കുമ്പോ അത് രണ്ടും എന്താണ്? ആമുമാണ്. ഇങ്ങനെ ആമ ഒരു നിലക്ക് മറ്റൊരു നിലക്ക് ഖാസും വരും. ഇങ്ങനെ വന്നാൽ പിന്തി വന്നത് ഏതോ മുന്തി വന്ന് നസ്ഖ് ചെയ്യുന്നതാണ് ഇമാം ഹനീഫ തങ്ങളുടെ അഭിപ്രായം, മദ്ഹബിലെ അഭിപ്രായം, പണ്ഡിതന്മാര് പറഞ്ഞത്. ഇനി അൽ മുത്ലഖു വൽ മുഖയ്യദു അന്ന ഹാദാ മബഅസുഹുമാ മുത്ലഖ് മുഖയ്യദ് ഇത് രണ്ടിനെ കുറിച്ചുള്ള ചർച്ച. അൽ മുത്ലഖു എന്ന് പറഞ്ഞാൽ അദ്ദാലു അലൽ മാഹിയത്തി ബിലാ ഖൈദി മിൻ വഹദ വ ഗൈരി ഒന്ന് അല്ലെങ്കിൽ അതല്ലാത്ത ഇങ്ങനെ ഒരു ഖൈദും നിബന്ധനയൊന്നും ഇല്ലാത്ത ഒരു ഹഖീഖത്തിന്റെ മേൽ അറിയിക്കുന്നതിനെ മുത്ലഖ് എന്ന് പറയുക. ഇനി വസഅമൽ ആമിദിയു എന്ന് നമുക്ക് വായിക്കാം. എങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞത് ആ നിലക്ക് നമുക്ക് വായിക്കാൻ നക്കൽ ഞാൻ കണ്ടിട്ടില്ല. വസഅമൽ ആമിദിയു വബിൻ ഹാജിബ് ഇവ രണ്ടുപേരുടെ വാദം ദലാലത്തുഹു ആ മുസമ്മ മുത്ലഖ് കൊണ്ടുള്ള മുസമ്മ അറിയിക്കുന്നത് മിനൽ അംസിലത്തിൽ ആത്തിയത്തി വനഹവിയ ശേഷം വരുന്ന ഉദാഹരണങ്ങളിൽ നിന്നും അതുപോലത്തതിൽ നിന്നും മുത്ലഖ് കൊണ്ടുള്ള മുസമ്മ അറിയിക്കുന്നത് അലൽവാഹിദത്തി വ്യാപിച്ചു കിടക്കുന്ന ഒന്നിന്റെ മേലാണ്. വെറും ഒന്ന് നില വ്യാപിക്കുന്ന ഒന്നിന്റെ മേൽ അറിയിക്കുന്നതാണ്.
എന്നാണ് വാദിച്ചത്. ഹൈസു അറഫാഹു, അവരെന്തായെന്നറിയാമോ, ആ മുത്തലഖിനെ അവർ രണ്ടും മാരിഫിയാക്കിയടത്ത് ബിമായത്തി അൻഹുമ, അവർ രണ്ടാളത്തൊട്ടും ശേഷം വരുന്ന ഒന്നുകൊണ്ട് എന്തായത് രണ്ടും മാരിഫിയാക്കിയവർ. അതെന്താ, തവഹമാഹു, അവർ രണ്ടുപേരും മോഹിച്ചെടുത്തു, അന്നക്കിറത്താത് നെക്കിറയാണെന്ന് മുത്തലഖിനെ പറ്റി ധരിച്ചു. വഖാബി വഹ്മിഹ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെ ഹൃദയത്തിൽ എന്തായെന്നറിയാമോ സംഭവിച്ചു, അന്നഹു ഈ മുത്തലഖ് ഹിയ, അത് നെക്കിറയാണ് എന്ന്. എന്താ കാരണം, ലി അന്നഹ നെക്കിറ എന്ന് പറഞ്ഞാൽ ദാലത്തുൻ അൽ വഅദത്തി ഷാഇയത്തി, ഒരു റജിലാണെങ്കിൽ ആ ഒരു റജിൽ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിട്ട് റജിലായി കിടക്കുന്നതിന് മേൽ, അപ്പൊ ഒന്നിന്റെ വ്യാപിച്ച് കിടക്കുന്ന ഒന്നിന്റെ മേൽ അറിയിക്കുന്ന ഒന്നാണോ നെക്കിറ. ഹൈസു ലം തഖ്റുജ് അനിൽ അസ്ലി മിനൽ അഫ്റാദി ഇല തസ്നിയ വൽ ജംഅ, അതിന്റെ ഓരോ അഫ്റാദിൽ നിന്ന് ഫർദുകളിൽ നിന്ന് അതിന്റെ ഒറ്റകളിൽ നിന്ന് ഒറ്റ ഇഫ്റാദിന് ഒറ്റ, അതിന്റെ ഫർദുകൾ മിനൽ അഫ്റാദി, അഫ്റാദുകളിൽ നിന്ന് അസിലിനെയും വിട്ട് ആ നെക്കിറ രണ്ട് അല്ലെങ്കിൽ ജമ്മ് ബഹുവചനായിട്ട് ഇതിലേക്കൊന്നും പുറപ്പെടാത്തിടത്ത് ഒന്ന് എന്ന് പറഞ്ഞ് വ്യാപിച്ച് കടക്കുന്നതിന് മേൽ അറിയിക്കുന്നതല്ലേ നെക്കിറ. അപ്പൊ മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്തുഹുമ, ഈ രണ്ട് ഇമാമികളെയും അടുക്കൽ കദാലിക്ക ആയുധൻ നെക്കിറ എങ്ങനെയാണോ അതുപോലെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നിന്റെ മേൽ തന്നെ പറയുന്ന ഒന്നാണ് മുത്തലഖ്. കാരണം ഇത് അറഫുൽ അവൽ, ആദ്യത്തതിനെ എന്താണെന്നറിയാമോ, അവര് അറഫഹു അൽ അവൽ ബിൻ നെക്കിറ, ആദ്യത്തതിനെ മാരിഫയാക്കിയത് നെക്കിറ കൊണ്ട്. അപ്പോ നെക്കിറ കൊണ്ട് ആദ്യത്തതിനെ മാരിഫയാക്കല് ഫി സിയാഖിൽ ഇസ്ബാത്തി, മുസ്ബത്തിന്റെ സിയാഖിൽ നെക്കിറ കൊണ്ട് മാരിഫയാക്കണം. വസാനി, ഈ രണ്ടാമത്തേതിനെ മാരിഫയാക്കുന്നത് ബിമാ ദല്ല അലാ സായിം ബി ജിൻസി, അതിന്റെ ജിൻസിൽ വ്യാപിച്ച് കിടക്കുന്നത് ഏതാണോ അതിന്റെ മേലിൽ അറിയിക്കുന്ന ഒന്നുകൊണ്ടാണ് രണ്ടാമത്തതിനെ മാരിഫയാക്കുക. ഇങ്ങനെയാണ് അവർ പറയുന്നത്. വഖറജ, പുറപ്പെട്ടു, അദ്ദാലു അലാ ഷായിം ഫീ നൗഇഹി, വർഗത്ത് എന്ന് പറയുമ്പോ അതിന്റെ ഇനത്തിൽ വ്യാപിക്കുന്നതിന്റെ മേൽ അറിയിക്കുന്നത് പുറത്തുപോയി. അതിന്റെ ഉദാഹരണം റഖബത്തും മുഅ്മിനത്തും. റഖബത്തും മുഅ്മിനത്തും എന്ന് പറഞ്ഞാല് ജിൻസല്ല, ആ ജിൻസുൽ നൗ ആണ് റഖബത്തും മുഅ്മിന. ആ നൗഇൽ വ്യാപിച്ച് കിടക്കുന്നതിന് മേൽ പറയുന്നതാണ് റഖബത്തും മുഅ്മിന. അത് ഇതിലേക്ക് ബാധകമല്ല എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് അഭിപ്രായങ്ങൾ. ഇതോടുകൂടി ഈ ജമീന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. തൽക്കാലം ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ തുടരാം. ഇതിലുള്ള പാകപ്പിഴവുകളും തെറ്റുകുറ്റവും റബ്ബുൽ ഇസ്സത്ത് പുറത്തു മാപ്പാക്കി തരട്ടെ. നാഫിയ ഇൽമ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.